ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഭരണഘടനയെക്കുറിച്ചാണ്. നമുക്ക് ഭരണഘടനയെക്കുറിച്ച് മെയിനായിട്ടും പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രൂപത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണല്ലേ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു പോയിൻ്റാണ്. ഇന്ത്യയാണ് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. അടുത്ത പോയിൻ്റ്: ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കക്ഷി. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കക്ഷി ആരാണ്? ഏതാണ്? ഏത് കക്ഷിയാണ്? സ്വരാജ് പാർട്ടിയാണല്ലേ. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്? ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്? ഏത് കമ്മീഷനാണ്? ക്യാബിനറ്റ് കമ്മീഷനാണല്ലേ. ക്യാബിനറ്റ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? സർ പെത്തിക് ലോറൻസ് ആണല്ലേ. സർ പെത്തിക് ലോറൻസ് ആണ് 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ ചെയർമാനാണ് സർ പെത്തിക് ലോറൻസ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അടുത്തത്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം 1946 ഡിസംബർ 9 ആണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസമാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ, മറക്കാതെ ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണല്ലേ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ച ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ച ദിവസം ഏതാണ്? 1946 ഡിസംബർ 23 ആണല്ലേ. 1946 ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ച ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി. മറക്കല്ലോ കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ, ഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അപ്പോൾ ആദ്യമായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞത്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഓക്കെ, അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷനെന്നോ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനോ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ആ പോയിൻ്റ് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്ത ദിവസം 1946 ഡിസംബർ 11 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് നിർമ്മാണ സമിതി.
ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണല്ലോ. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മറ്റൊരു പോയിൻ്റാണ് ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ തുടക്കത്തിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389 ആണല്ലേ. 389 ഭരണഘടനാ നിർമ്മാണ സഭയുടെ തുടക്കത്തിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അപ്പോൾ ഒരുപാട് ആശയങ്ങൾ, അതുപോലെ തന്നെ അതായത് മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മറ്റ് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏതാണ്? ഫ്രാൻസ് ആണല്ലേ. ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? ഏതാണ്? ഫ്രാൻസ് ആണല്ലേ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? ഫ്രാൻസ് ആണ്. ഇപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണെന്ന് പഠിച്ചു. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളതും ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 12th പ്രിലിംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സമത്വം എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാണിജ്യത്തിനുള്ള സ്വാതന്ത്ര്യം, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ ഇന്ത്യ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? വാണിജ്യത്തിനുള്ള സ്വാതന്ത്ര്യം, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ ഇന്ത്യ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ്? ഓസ്ട്രേലിയയാണല്ലേ. ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് വാണിജ്യത്തിനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള സൗകര്യം ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള സൗകര്യം ഏത് രാഷ്ട്രത്തിലെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? ദക്ഷിണാഫ്രിക്കയാണല്ലേ. ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? മൗലിക കർത്തവ്യങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? റഷ്യയാണല്ലേ. റഷ്യ, അതായത് മുൻ USSR. മുൻപ് റഷ്യ USSR എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. അപ്പോൾ റഷ്യ അല്ലെങ്കിൽ മുൻ USSR. മൗലിക കർത്തവ്യങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? റഷ്യ അഥവാ USSR. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള സൗകര്യം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള സൗകര്യം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? ഏത് രാഷ്ട്രമാണ്? ജർമ്മനിയാണല്ലേ. ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള സൗകര്യം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള സൗകര്യം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? ജർമ്മനി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ BR അംബേദ്കറിനെ നിയമിച്ച ദിവസം. നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചു. ഭരണഘടനാ കരട് നിർമ്മാണ സമിതി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ള കാര്യം നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചേ ഉള്ളൂ. അപ്പോൾ അംബേദ്കറിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ദിവസം ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 1947 ഓഗസ്റ്റ് 29 കേട്ടോ. ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ BR അംബേദ്കറിനെ നിയമിച്ച ദിവസം 1947 ഓഗസ്റ്റ് 29 കാര്യം ഓർക്കുക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. ഓക്കെ.
ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ആമുഖമാണല്ലേ, ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു പോയിൻ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖമാണ്. പ്രിയാമ്പിൾ അഥവാ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം അഥവാ പ്രിയാമ്പിൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആമുഖത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 പോയിന്റ് കിട്ടി. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖത്തെയാണല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. അതുപോലെ അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. അപ്പോൾ ആ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസാണല്ലേ. കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾക്ക് പരമാധികാരമുള്ളതും പ്രത്യേക അധികാരങ്ങളുള്ള വിഭാഗങ്ങളിലല്ലാത്തതും ഏതൊരു പൗരനും ഏതൊരു പൊതുസ്ഥാപനത്തിനും വിവേചനരഹിതമായ പ്രവേശനവും സേവനവും ലഭിക്കുന്നതുമായ രാജ്യം അറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, ജനങ്ങൾക്ക് പരമാധികാരമുള്ളതും പ്രത്യേക അധികാരങ്ങളുള്ള വിഭാഗങ്ങളില്ലാത്തതും ഏതൊരു പൗരനും ഏതൊരു പൊതുസ്ഥാപനത്തിലും വിവേചനരഹിതമായ പ്രവേശനവും സേവനവും ലഭിക്കുന്നതുമായ രാജ്യം അറിയപ്പെടുന്നത് റിപ്പബ്ലിക്കാണ്. ഒന്നുകൂടി പറയാം, ജനങ്ങൾക്ക് പരമാധികാരമുള്ളതും പ്രത്യേക അധികാരങ്ങളുള്ള വിഭാഗങ്ങളില്ലാത്തതും ഏതൊരു പൗരനും ഏതൊരു പൊതുസ്ഥാപനത്തിലും വിവേചനരഹിതമായ പ്രവേശനവും സേവനവും ലഭിക്കുന്നതുമായ രാജ്യം അറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നേതാവാണ്? ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച നേതാവ് എം.എൻ. റോയ് ആണ് കേട്ടോ. എം.എൻ. റോയ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച നേതാവ് എം.എൻ. റോയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യലിസം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം? സോഷ്യലിസം, മതേതരത്വം അഥവാ സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി അഥവാ രാഷ്ട്രത്തിൻ്റെ ഐക്യം. സോഷ്യലിസം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 കേട്ടോ. ഇനി ഏത് ഭേദഗതിയിലാണ് അത് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സോഷ്യലിസം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് ഉൾപ്പെടുത്തിയ വർഷം 1976. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലിരിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ച ദിവസം? നിലവിലിരിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ച ദിവസം 1949 നവംബർ 26 കേട്ടോ. മാറിപ്പോകരുത്. 1949 നവംബർ 26 നിലവിലിരിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ച ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അധ്യായങ്ങളുണ്ടായിരുന്നു? 22 ആണല്ലേ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 അധ്യായങ്ങളുണ്ടായിരുന്നു. ഇപ്പം അത് 25 അധ്യായങ്ങളാണ് കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 അധ്യായങ്ങളും ഇപ്പോൾ കറൻ്റ്ലി 25 അധ്യായങ്ങളുമാണ് ഉള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 395 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം 395. ഇപ്പോൾ അത് 450 പരം വകുപ്പുകൾ ഉണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തേക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം 395. നിലവിൽ അത് 450 പരവും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം. ഷെഡ്യൂളുകൾ അഥവാ പട്ടിക. ഓക്കെ,
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 8ആണ്. നിലവിൽ അത് 12ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം 8ആണ്. അത് ഇപ്പോൾ 12ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗം. ഭരണഘടനയിൽ ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ആമുഖമാണല്ലേ. ആമുഖത്തിലാണ് ഭരണഘടനയിൽ ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം ഏതാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് കേട്ടോ. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് വകുപ്പാണ്? ഏത് വകുപ്പ് തൊട്ട് ഏത് വകുപ്പ് വരെയാണ്? വകുപ്പ് 12 മുതൽ 35 കേട്ടോ. വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 12 മുതൽ വകുപ്പ് 35 വരെ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയൻ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗാന്ധിയൻ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4ാം ഭാഗമാണല്ലേ. 4ാം ഭാഗം അഥവാ നിർദ്ദേശക തത്വങ്ങൾ. 4ാം ഭാഗം നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ നമ്മുടെ മൗലിക അവകാശങ്ങളാണെങ്കിൽ 3ാം ഭാഗവും. മൗലിക അവകാശങ്ങൾ 3ാം ഭാഗവും അതുപോലെ 4ാം ഭാഗം നിർദ്ദേശക തത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4ാം ഭാഗമാണല്ലേ. 4ാം ഭാഗം എന്ന് പറയുമ്പം നിർദ്ദേശക തത്വങ്ങളാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ മുഴുവനും ബാധകമായ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് അഥവാ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം. ഇന്ത്യ മുഴുവനും ബാധകമായ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 44ആണല്ലേ. വകുപ്പ് 44ആണ് ഇന്ത്യ മുഴുവനും ബാധകമായ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുള്ള ഏക സംസ്ഥാനം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമേ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുള്ളൂ. അത് ഗോവയാണ് കേട്ടോ. അത് മറന്നു പോകരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ് കേട്ടോ. ഗോവ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകളാണ് പഠിച്ചത്. ഇത് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ ആരും മറന്നു പോകാതെ എല്ലാം പഠിക്കുക. ഓക്കെ.